നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒഫീഷ്യലായിട്ട് കോൺമബോൾ ആവശ്യപ്പെടുകയാണ്, വേൾഡ് കപ്പിൽ 64 ടീമുകൾ മത്സരിക്കണം. അത് പക്ഷേ ഒരു പ്രത്യേക വേൾഡ് കപ്പിനാണ്, 2030 വേൾഡ് കപ്പിനാണ്, അടുത്ത വേൾഡ് കപ്പിനല്ല. അടുത്ത വേൾഡ് കപ്പ് നമുക്കറിയാം 48 ടീമുകളാണ്. 2030 വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേൾഡ് കപ്പ് ആരംഭിച്ചിട്ടുള്ള 100ാം വാർഷികമാണ്. 3 വ്യത്യസ്ത കോണ്ടിനെൻ്റുകളിലായിട്ടാണ് ആ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ തുടക്കത്തിലെ ചില മത്സരങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കും. അതിനുശേഷം ബാക്കി മത്സരങ്ങൾ സ്പെയിനിലും പോർച്ചുഗലിലും അതുപോലെ മൊറോക്കോയിലുമായിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോണ്ടിനെൻറ്റുകൾ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആ വേൾഡ് കപ്പ് 100ാം വാർഷികം എന്ന രൂപത്തിൽ ആഘോഷിക്കുന്ന വേൾഡ് കപ്പ് അതൊന്നുകൂടി യുണീക്കാക്കുക എന്ന ഉദ്ദേശത്തിലാണ് 64 ടീമുകളെ പങ്കെടുപ്പിക്കണം എന്ന് യുവേഫ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഒരു നിർദ്ദേശം കഴിഞ്ഞ മാസം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഫിഫ കോൺഗ്രസ്സിൽ ഒരു ഡെലിഗേറ്റ് മുന്നോട്ട് വെച്ചതായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊരു പ്രപ്പോസലായിട്ട് തന്നെ മുന്നോട്ട് വരുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺമബോൾ ഒഫീഷ്യലായിട്ടൊരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് വെക്കുന്നു. ആ ഒരു കാര്യം കോൺമബോളിൻ്റെ 80ാമത്തെ ഓർഡിനറി കോൺഗ്രസ്സിൽ അവരുടെ പ്രസിഡൻറ്റ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അലയാൻഡ്രോ ഡൊമിംഗസ് അവരുടെ പ്രസിഡൻ്റാണ്, കോൺമബോളിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം തൻ്റെ ഇനാഗുറൽ സ്പീച്ചിൽ പറഞ്ഞത്, നമ്മളെല്ലാവരും കൺവിൻസ്ഡ് ആണ്, ഈ സെൻറ്റനിയൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വളരെ യുണീക്കായിരിക്കണം. 100 വർഷത്തിലൊരിക്കൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാണല്ലോ അത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്നു, ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. ഫോർ ദി ഫസ്റ്റ് ടൈം ടു ഹോൾഡ് ദിസ് ആനിവേഴ്സറി വിത്ത് 64 ടീംസ്, 64 ടീമുകൾ വെച്ചുകൊണ്ട് ഈ ഒരു ആനിവേഴ്സറി ആഘോഷിക്കണം. അത് 3 വ്യത്യസ്ത കോണ്ടിനെൻ്റുകളിലായിട്ട് സൈമിൾട്ടേനിയസ്ലി ഇതിൻ്റെ കളി നടക്കുകയും വേണം. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, കോൺമബോളിലെ എല്ലാ ടീമുകൾക്കും, 10 ടീമുകൾ അവിടെയുള്ള എല്ലാ ടീമുകൾക്കും ക്വാളിഫിക്കേഷൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ അവിടെ നിന്ന് വേൾഡ് കപ്പ് കളിക്കാത്ത ഒരേ ടീമേ ഉള്ളൂ, അത് വെനിസ്വലയാണ്. എന്തായാലും ആ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും വേൾഡ് കപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കാൻ അതൊരു അവസരമാകും. നമ്മുടെ പ്ലാനറ്റിൽ എല്ലാവരും പാർട്ടിയുടെ ഭാഗവുമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഫിഫ ഈ പ്രപ്പോസൽ എങ്ങനെ എടുക്കും എന്നുള്ളത് കണ്ടറിയണം. ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് 128 മത്സരങ്ങളുടെ ഒരു വേൾഡ് കപ്പായിട്ട് അത് മാറും, ബൃഹത്തായ വേൾഡ് കപ്പായിട്ട്. 1998 മുതൽ 2022 വരെയുള്ള വേൾഡ് കപ്പുകളിൽ 64 ഗെയിമുകളാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 128 ഗെയിമുകളായിട്ട് അത് മാറും. ഏതായാലും അടുത്ത തവണ തന്നെ മാറിയിട്ടുണ്ട്. 48 ടീമുകൾ കളിക്കുന്ന വേൾഡ് കപ്പാണ് 2026 മുതൽ വരാൻ പോകുന്നത്. 2030 ഈ 64 ടീമുകളുടെ വേൾഡ് കപ്പിൻ്റെ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. എന്തായാലും യുവേഫയുടെ പ്രസിഡന്റ് സെഫറിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതൊരു ബാഡ് ഐഡിയ ആണ് എന്നാണ്. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.